അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട്, ഈ പർട്ടിക്കുലർ അക്കൗണ്ട് ഞാൻ ഒരുപാട് കാലം ഫോളോ ചെയ്യുന്നുണ്ട്, കുറച്ചായി ഫോളോ ചെയ്യുന്നു. അത്യാവശ്യം ഒരു 4-5 മാസമായിട്ട് 6-7 മാസമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി വരുന്നതാണ് പുള്ളിൻ്റെ വീഡിയോസ്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന കാര്യത്തിൽ കൂടുതലും ഒന്നും പെർഫെക്റ്റ് അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. പെർഫെക്റ്റ് മീൻസ് ആരും പെർഫെക്റ്റ് അല്ല, എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം സ്കാം ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി പ്രോഫിറ്റബിൾ ആകാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പുള്ളിനെ ഇൻ്റർവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ ചെയ്യുക, പുള്ളിക്കാരനോട് ചോദ്യങ്ങൾ ചോദിക്കണമായി സംസാരിക്കുക, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇത് പഠിച്ചിട്ടുണ്ട്, അറിയാം പുള്ളിക്ക് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ പുള്ളിക്കാരൻ ഇതുവരെ പ്രോഫിറ്റബിൾ ആകാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇപ്പോൾ പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ലൈവ് അക്കൗണ്ടും കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. പുള്ളിക്കാരൻ്റെ ഈ എന്താ പറയുക, ചാർട്ട് അനലൈസിങ് തന്നെ കാണുമ്പോൾ വളരെ ചിരി വരും, വളരെ കറക്റ്റ്. പുള്ളിക്കാരൻ എന്നിട്ട് പറഞ്ഞ SMC കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പോൾ കോഴ്സിൽ ചെയ്ത് കൊടുക്കുന്നു. SMC ആണെന്നുണ്ടെങ്കിൽ പുള്ളിൻ്റെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പോലും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ SMCൻ്റെ ഒരു വാക്ക് പോലെ പുള്ളിക്കാരൻ പറഞ്ഞില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഓരോ പറയുന്ന ഓരോ കാര്യങ്ങൾ, പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഇങ്ങനെ ട്രേഡ് ചെയ്യണം, ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പാടില്ല, ഇത്ര പൈസ കൊണ്ട് ഇത്ര ട്രേഡ് ചെയ്യാൻ പാടില്ല, ഓപ്ഷൻ ട്രേഡിങ്, അങ്ങനത്തെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ കൂടുതൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ലൈവ് അക്കൗണ്ട് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല ഒന്നാമത്. ഇപ്പോൾ പുള്ളിക്കാരൻ പറയുക, ഞാൻ പുള്ളിക്കാരൻ വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ ആണിത്. പുള്ളിക്കാരൻ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ഞാൻ കോഴ്സ് ചെല്ലുന്നത്, ആ കോഴ്സ് ചെല്ലുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കോഴ്സ് വാങ്ങുന്നത്. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് അത് ലൈവ് ആക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ലൈവായിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തെ യോഗ്യമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ട്രേഡിങ് അനലൈസിങ് കാര്യങ്ങളൊക്കെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശത്തിലാണ് പോയി പുള്ളിക്കാരൻ അക്കൗണ്ട് ഇടുന്നത്. പുള്ളിക്കാരൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വന്ന് പറയൽ. ഇന്നലെ ഇത്ര ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ആ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. അയാൾ ലൈവായിട്ടൊന്നും പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളത്തുള്ള ഒരു ചാർട്ട് എടുത്തും കൊണ്ട് ഇന്നിങ്ങനെ പറയും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ ഇന്നിങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ പുള്ളിക്കാരൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്ന് ഇങ്ങനെ എടുത്തിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവണം, ഇത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ പ്രോഫിറ്റബിൾ ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ എല്ലാവരും എപ്പോഴും 100% ഷുവറായിട്ടൊന്നും പറയില്ല. അത് ഇതുവരെ നടന്നിട്ടില്ല. കാരണം എന്നാലും പുള്ളിൻ്റെ അനലൈസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളായിക്കാരം പുള്ളിക്കാരൻ ഇന്ന് വന്ന് പറയൽ. ഇന്നലെ നടന്ന കാര്യം, ഇന്നലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമായിരുന്നു എന്ന് പുള്ളി പറയും, അങ്ങനെ പറയും. അല്ലാതെ നാളത്തുള്ള ട്രേഡ് പുള്ളിക്കാരൻ ഇന്ന് എടുക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി ചാർട്ടൊക്കെ വെച്ചിട്ട് ഇന്ന് നല്ലൊരു ഓപ്പൺച്യൂണിറ്റി ഉണ്ട്, നാളേക്ക് ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയേക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്, നാളെ ഓപ്പണിംഗ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയ എന്തായിക്കോട്ടെ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിരുന്നത്. എന്നിട്ട് പിറ്റേഴ്സും കഴിയുമ്പോഴാണ് അനലൈസിങ്ങിന് ഒരു പവർ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യം പറയാൻ ആർക്കും പറ്റും. ഫ്യൂച്ചർ കാര്യം പ്രഡിക്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ട്രേഡിങ്ങിൽ നമുക്ക് എല്ലാം പ്രഡിക്റ്റ് ചെയ്യാനൊന്നും ഫുൾ 100% സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. ആരും 100% പ്രോഫിറ്റബിൾ അല്ല. അതിൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടുക, ലോസ് കുറക്കാമെന്ന് മാത്രമേ. ലോസ് ഇല്ലാത്ത ഒരു ട്രേഡേഴ്സും നമ്മൾ ഈ ലോകത്ത് ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും ലോസ് ഉണ്ട്. ആ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് മാറ്റങ്ങളാണ്, ഒരുപാട് മിസ്റ്റേക്സ് ആണ്. അതുപോലെ തന്നെ പുള്ളിൻ്റെ അക്കൗണ്ട് കാണിച്ചു തരുന്നില്ല, പുള്ളി പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ പുള്ളിക്കാരൻ അറ്റൻഡ് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് സ്കാം ചെയ്യാനുള്ളൊരു ടെൻഡൻസി പുള്ളിക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ പ്രോഫിറ്റബിൾ അല്ല. പക്ഷേ ഇനി എന്ത് ചെയ്യാം, പുള്ളിക്കാരൻ കോഴ്സ് സെല് ചെയ്തുകൊണ്ട് പുള്ളിക്കാരന് അതിൽ പൈസ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരൻ്റെ കോഴ്സിന് 45,000-50,000 റുപ്യൊക്കെയാണ് പുള്ളിക്കാരൻ ചിലവാക്കുന്നത്. എന്തുവരെ ലൈവിൽ വന്നിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ കോഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഡിസ്കൗണ്ട് തരാമെന്നൊക്കെ. കോഴ്സിൻ്റെ എമൗണ്ട് പുള്ളിക്കാരൻ ഒരു നിശ്ചയമല്ലേ എത്ര കൊടുക്കണം. എന്നിട്ട് അത് ലൈവിൽ വന്നിട്ട് പുള്ളിക്കാരൻ എല്ലാ കസ്റ്റമേഴ്സിന്, ആരാണോ വാങ്ങുന്നവരല്ലേ കസ്റ്റമേഴ്സ്, അവിടെ പറയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് അതേപോലെ ഡിസ്കൗണ്ട് പ്രൈസിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ലൈവൊക്കെ ഇടും ഇടയ്ക്ക്. ഭയങ്കര കോമഡിയാണ്. എന്നിട്ട് അവർക്ക് ഇതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അവർ ജോയിൻ ചെയ്യും, എന്നിട്ട് അവർ പൊട്ടന്മാരാവും. ഇപ്പോൾ പുള്ളിക്കാരൻ അതിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് പ്രോഫിറ്റബിൾ ആകാൻ പറ്റിയിരിക്കുന്നത് പുള്ളിൻ്റെ അക്കൗണ്ട് കാണിച്ചിട്ട് പുള്ളിൻ്റെ അനലൈസൊക്കെ പറ്റ മോശമാണ്. പുള്ളി SMC അറിയാം അത് അറിയാം എങ്ങനെയാണ് SMCൻ്റെ വാക്ക് പോലെ പുള്ളിക്കാരൻ ഇതുവരെ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരും വീഡിയോസിൽ പുള്ളിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചിട്ട് അതിൻ്റെ അനലൈസിങ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എങ്ങനെ പറയുന്നു, അതിൽ എന്തൊക്കെ സ്കാം നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പുള്ളി എന്താണ് ഈ പറഞ്ഞതിൽ തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസിലുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അലേർട്ടായി എടുത്താൽ മതി. ഈ ഒരുപാട് ഇങ്ങനത്തെ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെൻറ്ററെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്തുള്ള തുടർന്ന് വീഡിയോസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു.